കാലവർഷം എത്തിയതോടെ കടലാക്രമണ ഭീതിയിലാണ് തിരുവനന്തപുരം പൊഴിയൂർ നിവാസികൾ. വർഷങ്ങളായി തുടരുന്ന അവസ്ഥയ്ക്ക് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. എത്രയൊക്കെ പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവും ഇല്ലെന്നും ആക്ഷേപമുണ്ട്. വർഷങ്ങളേറെയായി പൊഴിയൂർ നിവാസികൾ കടലിനോട് പോരാടാൻ തുടങ്ങിയിട്ട്. പലരുടെയും ആകെയുള്ള വീടും സ്ഥലവുമടക്കം കടലാക്രമണത്തിൽ ഇതിനോടകം നഷ്ടമായി. ഓരോ മഴക്കാലത്തും ക്യാമ്പുകളിലാണ് ഇവിടെയുള്ളവർ അഭയം പ്രാപിക്കുന്നത്. പരിഹാരത്തിനായി പല വാതിലുകൾ മുട്ടിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഉയരുന്ന പരാതി. ഈ വർഷകാലത്ത് എല്ലാ ആൾക്കാരും വന്ന് നോക്കി പോകും. ഈ മത്സ്യത്തൊഴിലാളി എങ്ങനെ ജീവിക്കും ഇവിടെ? അല്ലെങ്കിൽ ഒരു സാക്ഷരത എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി പണിക്ക് പോകണമല്ലോ. പണിക്ക് പോകാൻ പറ്റാതെ ഇവിടെ കിടന്ന് ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്താണ് ഇതിൻ്റെ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇതാ കടലും വീടുമായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പരിഹാരം എന്താണെന്ന് അവർ കണ്ടെത്തൂല്ല. അങ്ങനെ ഈ മത്സ്യത്തൊഴിലാളി ബുദ്ധിമുട്ടിച്ചിട്ട് അങ്ങനെ പോയാണ്. കടലിൽ പോകാൻ സാധിക്കാതെ ആയതോടെ യാതൊരുവിധ വരുമാന മാർഗവുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് പൊഴിയൂരിലെ ജനങ്ങൾ. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മൃതദേഹവും വഹിച്ച് കിലോമീറ്ററുകളോളം നടക്കേണ്ട ഗതികേടിലാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇപ്പോൾ മത്സ്യത്തൊഴിലാളിക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു വരുമാനം ഇല്ല. ഈ കാറ്റമഴ വന്നാലും ഈ കടല കൊണ്ട് ആർക്കും പോകാൻ പറ്റുന്നില്ല. ചെറിയ മരങ്ങളുണ്ട്. ഈ കടലുളുന്നാലും ഇതിനെ നോക്കാതെ പോയാലും ഞങ്ങൾ 10 രൂപ പിടിച്ചിട്ട് വരും. കരയ്ക്ക് മീൻ മൂലം കിട്ടും. ഇപ്പോൾ ഒരു മീൻ വാങ്ങിക്കാൻ പോയാലും ഞങ്ങൾക്ക് ഒരു വീട്ടിൽ ചിലവിന് തന്നെ ഇല്ലെന്ന് പറഞ്ഞാലും 1000 രൂപ വീട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ ജീവിതം നടക്കും. ഇത് വന്ന കാലം കൊണ്ട് ഞങ്ങൾ പടന്ന പാടാണ്. ഈ കടൽ വന്നിരുന്ന ഞങ്ങൾക്ക് ഇവിടെ കരയ്ക്കും കൂടെ കരമ്പടി വെള്ളമില്ല. ഇവിടെ പണിക്കുവാനും പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് പുലിമുട്ട് സ്ഥാപിച്ച് സംരക്ഷണം ഒരുക്കണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അധ്വാനിച്ച് സ്വരുക്കൂട്ടിയത് ഓരോന്നും കടലെടുക്കുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട അവസ്ഥയിലാണ് ഇവിടെ ജീവിക്കുന്നവർ. പൊഴിയൂർ നിവാസികൾക്കും ജീവിക്കണം. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര, അമൃത ന്യൂസ്, തിരുവനന്തപുരം.